ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അടിപൊളി റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. റെസിപ്പി എന്താണെന്ന് വെച്ചാൽ റേഷനരി വെച്ചുള്ള ഒരു നെയ്ച്ചോറും അതിൻ്റെ കൂടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുമാണ്. റേഷനരി ഇഷ്ടപ്പെടാത്തവർ പോലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ നെയ്ച്ചോറാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ റേഷനരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിനോ ബൗളിനോ എന്ത് വേണമെങ്കിലും അളന്നെടുക്കാം. അളവ് കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രം. ഇതിലോട്ട് ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം സൈസിൽ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മസാലകൾ പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുരുമുളക്, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗവിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്ത് പോരാ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാളയും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ നെയ്ച്ചോറിന് ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് റേഷനരി ആയതുകൊണ്ട് ഞാൻ 7 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് അരമുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നെയ്ച്ചോറ് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചേക്കുവാണ്. ആദ്യമേ ഒരു കുക്കറിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 2 സവാള അരിഞ്ഞതിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇതിലോട്ട് 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ട് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറു തീയിലിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ചിക്കനിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 6 ചെറിയ ഉള്ളി ചതച്ചത്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഈ ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെക്കാം. ഇപ്പം നമ്മൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനിലോട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനൊരു ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പം മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മൂത്ത മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഇപ്പം മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ പൊടികളെല്ലാം ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് നേരത്തെ നമ്മൾ മുളകും മല്ലിയൊക്കെ ചൂടാക്കി ആ ചട്ടിയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളം കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ചിക്കൻ്റെ അതേ ലെവലിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ നെയ്ച്ചോറും ഇവിടെ റെഡിയായി. 4 വിസിൽ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.